ഇടവം രാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഒരു നിമിഷം ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ ഒരു ജ്യോതിഷ് പ്രവചനമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക തിരിവിനെക്കുറിച്ചുള്ള ആഴമേറിയ ആകാശ സന്ദേശമാണ്. ആകാശത്ത് ഇപ്പോൾ നടക്കുന്ന ഗ്രഹചലനങ്ങൾ നിങ്ങളുടെ രാശിയെ നേരിട്ട് സ്പർശിക്കുന്നു. ഈ നേരം, ഈ ഘട്ടം ഇടവം രാശിക്കാർക്ക് ഒരു പ്രത്യേക ഊർജം കൊണ്ടുവരുന്നു. ആ ഊർജം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ പോലും നിർത്താതെ കേൾക്കണം. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെടും. ചിലർക്ക് കണ്ണുകൾ നിറഞ്ഞുവരും. ചിലർക്ക് ഈ വാക്കുകൾ കേൾക്കുന്നതോടെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നും. കാരണം ഈ സന്ദേശം ആകാശം നിങ്ങൾക്കായി തന്നെ അയച്ചതാണ്. ഇടവം രാശിക്കാർ ഇത്രകാലം ക്ഷമിച്ചു, കഷ്ടപ്പെട്ടു, കരഞ്ഞു, കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് ഇനി ഒരു അർത്ഥം ഉണ്ടാകും. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഗ്രഹസംഗമം ഇടവം രാശിക്കാരുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നു. ഇത് ഞാൻ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ഇത് ആകാശം നിങ്ങൾക്ക് നൽകുന്ന ഒരു അപൂർവ അവസരത്തിന്റെ സൂചനയാണ്. ഈ അടുത്ത 15 നാളുകൾ, ഈ ഒരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അധ്യായം ആകും. ഞാൻ ഇത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ പറയുന്നു. ഇടവം രാശി, ഇടവക്കൂടം, വൃഷഭരാശി. ഈ ജന്മനക്ഷത്രങ്ങൾ ഉള്ളവർ കൃത്തിക, രോഹിണി, മകയിരം ആദ്യ പകുതി. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കണ്ണ് ഉറപ്പിച്ച് ഒരു നിമിഷം ഇരിക്കൂ. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. ആകാശത്ത് ഗുരു ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു. ഗുരു എന്ന ഗ്രഹം ഭാഗ്യത്തിന്റെ നാഥൻ, വിജ്ഞാനത്തിന്റെ ദൈവം, ജ്ഞാനത്തിന്റെ ഉറവിടം, ഗുരുപെയർച്ചി. ഈ വാക്ക് കേൾക്കുന്നതോടെ ഇടവം രാശിക്കാരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉദിക്കും. എനിക്ക് ഇനി നല്ല കാലം വരുമോ? ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതിന് ഒരു ഫലം കിട്ടുമോ? ആ ചോദ്യത്തിന് ആകാശം ഇന്ന് ഉത്തരം തരുന്നു. അതേ, വരും. ഗുരുവിന്റെ ദൃഷ്ടി ഇടവം രാശിയിൽ പതിക്കുന്ന ഈ നേരം ഒരു പ്രത്യേക ഊർജം ഉദിക്കുന്നു. ഒരു വെളിച്ചം തിരിയുന്നു. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ശനി, ശനി ഭഗവാൻ. ഈ ഗ്രഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ പലർക്കും ഭയം തോന്നും. പക്ഷേ ശനി ഒരിക്കലും ദോഷം ചെയ്യാൻ വരുന്ന ദൈവമല്ല. ശനി ഒരു ഗുരുവാണ്, കഠിനമായ ഗുരു, ജീവിതം പഠിപ്പിക്കുന്ന ഗ്രഹം. ശനിയുടെ ഈ ചലനം ഇടവം രാശിക്കാർക്ക് ഒരു സന്ദേശം കൊണ്ടുവരുന്നു. ഇനി കഷ്ടപ്പാടുകൾ അവസാനിക്കും. പക്ഷേ ഒരു ചെറിയ പരീക്ഷ കൂടിയുണ്ട്. ആ പരീക്ഷ കടക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തയ്യാറാക്കും. ശനിയുടെ നോട്ടം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിശയിൽ ഒരു ശക്തമായ ചലനം ഉണ്ടാക്കും. ഈ ചലനം ഉണ്ടാകുന്ന ഈ ഘട്ടം, ഈ നേരം, ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ ജീവിതം മാറും. രാഹു, കേതു. ഈ ഗ്രഹദ്വന്ദ്വം, ഇവർ ഒരിക്കലും സ്ഥിരമായ ഒരു ഇടത്തു നിൽക്കില്ല. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഇടവം രാശി, ഈൽ രാഹുവിന്റെ സ്വാധീനം ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഊർജം കൊണ്ടുവരുന്നു. ചിലർക്ക് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കും. ചിലർക്ക് ഇത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകും. രാഹുവിന്റെ ഊർജം ഒരു ഇരട്ടവാൾ ആണ്. ഒരു ഭാഗം നല്ലത്, ഒരു ഭാഗം ജാഗ്രത ആവശ്യമുള്ളത്. ഈ ഗ്രഹദശ, ഈ ഗ്രഹസഞ്ചാരം. ഇടവം രാശിക്കാർ ഇപ്പോൾ ഒരു ജീവിതസന്ധിയിൽ നിൽക്കുന്നു. ഒരു ഭാഗം തിരിഞ്ഞാൽ വലിയ ഉയർച്ച, മറ്റൊരു ഭാഗം തിരിഞ്ഞാൽ ചെറിയ വീഴ്ച. ഏത് ഭാഗം തിരിയണം എന്ന് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞുതരും. ഗ്രഹദിശ, ഗ്രഹസഞ്ചാരം. ഇവ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ഗ്രഹയോഗം ഉണ്ടാകുന്നു. ആ യോഗം ഇടവം രാശിക്കാർക്ക് ഈ നേരം വളരെ പ്രത്യേകമായ ഒന്ന് കൊണ്ടുവരുന്നു. 100% നടക്കാൻ പോകുന്ന ഒരു അതിശയം. ഞാൻ ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും, ഇത് ശരിക്കും സംഭവിക്കുമോ? ഞാൻ ഉറപ്പോടെ പറയുന്നു, ആകാശം ഒരിക്കലും നുണ പറയില്ല. ഗ്രഹങ്ങൾ ഒരിക്കലും നുണ പറയില്ല. ഈ ഗ്രഹചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു പ്രത്യേക ദിശയിൽ നയിക്കും. ആ ദിശ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നവർ ജയിക്കും. ഇനി അടുത്ത 7 നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന ആദ്യ കാര്യം കേൾക്കൂ. ആദ്യ ഘട്ടം, ഇടവം രാശിക്കാരുടെ ജോലി ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത വഴിത്തിരിവ് ഉണ്ടാകും. ദിവസങ്ങളായി ഒരു ഉത്തരം കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടും. ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ആ ഒരു കൂടിക്കാഴ്ചയോ, ആ ഒരു ഫോണോ, ആ ഒരു സന്ദേശമോ നിങ്ങളുടെ ജോലി ജീവിതത്തെ പൂർണ്ണമായും മാറ്റും. ചിലർക്ക് ഒരു പ്രൊമോഷൻ വരും. ചിലർക്ക് ഒരു പുതിയ ജോലി ഓഫർ വരും. ചിലർക്ക് ഒരു ബിസിനസ് കരാർ ഒപ്പിടാൻ അവസരം ഉണ്ടാകും. ഈ ഒരു അവസരം, ഈ ഒരു നിമിഷം ഒരിക്കലും കൈവിടരുത്. ഗുരുവിന്റെ അനുഗ്രഹം ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു വലിയ കവാടം തുറക്കുന്നു. ആ കവാടം കടക്കാൻ ധൈര്യം വേണം. ആ ധൈര്യം ആകാശം തരും. ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കൂ. ഓഫീസിൽ ഇക്കാലത്ത് ഒരു ചെറിയ ഘർഷണം ഉണ്ടായേക്കാം. ഒരു സഹപ്രവർത്തകൻ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ. ഇവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എതിരാകും. പക്ഷേ ഭയക്കേണ്ടതില്ല. ഈ ഒരു ചെറിയ ഘർഷണം, ഈ ഒരു ചെറിയ പ്രതിബന്ധം, ഇത് കടന്നുപോകും. ശനി നൽകുന്ന ഒരു ചെറിയ പരീക്ഷ ഇതാണ്. ഈ പരീക്ഷ ക്ഷമയോടെ, ശാന്തതയോടെ, ജ്ഞാനത്തോടെ നേരിടണം. ക്ഷമ നഷ്ടപ്പെടുത്തരുത്. വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്തരുത്. ഈ നേരത്ത് ഒരു ജ്ഞാനി ആകൂ. ഈ ഒരു ക്ഷമ, ഈ ഒരു ശാന്ത,
ഇടവം രാശിക്കാരെ ഒരു വലിയ ജയത്തിലേക്ക് കൊണ്ടുപോകും. ഇനി അടുത്ത 7 മുതൽ 14 നാളുകൾക്ക് ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന രണ്ടാം ഘട്ടം. ഈ ഒരു ഘട്ടം ഇടവം രാശിക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. ബന്ധങ്ങളിൽ ഒരു മഞ്ഞ് ഉരുകും. ചിലർ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു ക്ഷമ പറയൽ ഉണ്ടാകും. ദിവസങ്ങളായി സംസാരിക്കാതിരുന്ന ഒരാൾ, ആ ആൾ ആദ്യം സംസാരിക്കും. ഈ ഒരു ചെറിയ മഞ്ഞ് ഉരുകൽ, ഈ ഒരു ചെറിയ ബന്ധ പുനരുദ്ധാരണം ഇടവം രാശിക്കാരുടെ ഉള്ളിൽ ഒരു ആഴമേറിയ സന്തോഷം ഉണ്ടാക്കും. കുടുംബത്തിൽ ഒരു ശുഭവാർത്ത വരും. ഒരു നല്ല കാര്യം, ഒരു ആഘോഷം, ഒരു ചടങ്ങ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. പ്രണയത്തിൽ ഉള്ളവർക്ക് ഒരു സ്വപ്നം ഫലിക്കും. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഉറപ്പ് ഉണ്ടാകും. ഇടവം രാശിക്കാരുടെ ഹൃദയം ഈ ഘട്ടത്തിൽ ഒരു വലിയ ആഘോഷം ആഘോഷിക്കും. പക്ഷേ ഒരു ജാഗ്രത. ഈ ആഘോഷത്തിന്റെ ഇടയിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഒരു ചെറിയ ആശയക്കുഴപ്പം, ഒരു ചെറിയ ഭ്രമം. ഇത് രാഹുവിന്റെ ഊർജം ഉണ്ടാക്കുന്ന ഒരു ഭ്രമമാണ്. ഈ ഭ്രമത്തിൽ വീഴരുത്. ഉള്ളിലെ ശബ്ദം കേൾക്കൂ. ആ ശബ്ദം, ആ ആന്തരിക ശബ്ദം നിങ്ങൾക്ക് ശരിയായ ദിശ കാണിക്കും. ഇനി മൂന്നാം ഘട്ടം. ഈ ഘട്ടം ആർക്കും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഒരു അപ്രതീക്ഷിത സാമ്പത്തിക ഊഴം ഇടവം രാശിക്കാർക്ക് ഈ കാലത്ത് വരും. ദിവസങ്ങളായി ഒരു കടം, ഒരു ബാധ്യത, ഒരു സാമ്പത്തിക ഞെരുക്കം. ഇത് അനുഭവിക്കുന്നവർക്ക് ഒരു അദ്ഭുത വഴി തുറക്കും. ഒരു അപ്രതീക്ഷിത പണ ഉറവ് ഉണ്ടാകും. ഒരു പഴയ കടം തിരിച്ചു കിട്ടും. ഒരു പഴയ ബന്ധം ഒരു സഹായ ഹസ്തം നീട്ടും. ഈ ഒരു നിമിഷം, ഈ ഒരു ഊഴം ഇടവം രാശിക്കാർ ഒരിക്കലും മറക്കരുത്. ആകാശം ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കില്ല. ഈ ഒരു സത്യം ഇടവം രാശിക്കാർ ഉള്ളിൽ സൂക്ഷിക്കൂ. ഈ 3 ഘട്ടങ്ങൾ, ജോലി, ബന്ധം, സാമ്പത്തികം, ഇവ മൂന്നും ഒരുമിച്ച് ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കും. ആ ചലനം ഒരു ഭൂകമ്പം പോലെ ആയിരിക്കില്ല. ആ ചലനം ഒരു ശാന്തമായ നദിയുടെ ഒഴുക്ക് പോലെ ആയിരിക്കും. ശക്തം, ഒഴുകുന്നത്, നിർത്താൻ കഴിയാത്തത്. ആ ഒഴുക്കിൽ നിങ്ങൾ ഒഴുകൂ. ആ ഒഴുക്ക് നിങ്ങളെ ശരിയായ ഇടത്ത് എത്തിക്കും. ഇടവം രാശിക്കാരെ, ഇനി നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങും. ജോലി, ബിസിനസ്, പണം, പ്രണയം, കുടുംബം, ആരോഗ്യം, ഇവ ഓരോന്നും ഈ ഘട്ടത്തിൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ഇതിൽ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. ജോലി ചെയ്യുന്ന ഇടവം രാശിക്കാരെ, ഈ അടുത്ത 30 നാളുകൾ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കും. ദിവസങ്ങളായി ഒരു ഉത്തരം ഇല്ലാതെ കാത്തിരുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടും. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ കഠിനാധ്വാനം ഇക്കാലത്ത് ശ്രദ്ധിക്കും. ആ ശ്രദ്ധ ഒരു പ്രതിഫലമായി മാറും. ചിലർക്ക് ഇത് ഒരു ശമ്പള വർധനവ് ആകും. ചിലർക്ക് ഒരു ഉദ്യോഗ ഉയർച്ച ആകും. ചിലർക്ക് ഒരു പ്രത്യേക ഉത്തരവാദിത്തം ഏൽക്കാൻ അവസരം ഉണ്ടാകും. ആ ഉത്തരവാദിത്തം ഒരിക്കലും ഒഴിവാക്കരുത്. ആ ഉത്തരവാദിത്തം ഒരു വലിയ ഭാഗ്യത്തിന്റെ കവാടം ആണ്. ഓഫീസിൽ ഇക്കാലത്ത് ചിലർ നിങ്ങൾക്ക് എതിരായി സംസാരിക്കും. നിങ്ങളുടെ ഉയർച്ച കണ്ട് ഉള്ളിൽ അസൂയ തോന്നുന്നവർ ഉണ്ടാകും. ആ അസൂയ ഒരു ചെറിയ ഉപജാപം ആകാം. ഒരു ചെറിയ ഗൂഢ ആലോചന ആകാം. പക്ഷേ ഭയക്കേണ്ടതില്ല. ഗുരുവിന്റെ അനുഗ്രഹം ഇടവം രാശിക്കാരുടെ ചുറ്റും ഒരു കവചം ആകി നിൽക്കുന്നു. ആ കവചം ഏത് ദോഷത്തെയും തട്ടിമാറ്റും. ഈ നേരത്ത് ഒരു കാര്യം ഓർക്കൂ. ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കൂ. ആരോടും അഹങ്കാരത്തോടെ ഇടപെടാതിരിക്കൂ. ശാന്തത ഒരായുധമാണ്. ക്ഷമ ഒരു ശക്തിയാണ്. ഈ ആയുധം ഉപയോഗിക്കൂ. ബിസിനസ് ചെയ്യുന്ന ഇടവം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഒരു ഘട്ടം ബിസിനസ്സിൽ ഒരു നിർണായക ഘട്ടമാണ്. ദിവസങ്ങളായി ഒരു കരാർ, ഒരു ഡീൽ, ഒരു ബിസിനസ് ചർച്ച. ഇത് ഏതെങ്കിലും ഒന്ന് ഈ ഘട്ടത്തിൽ ഒരു ഫലത്തിലേക്ക് എത്തും. ഒരു പുതിയ ബിസിനസ് പങ്കാളി നിങ്ങളെ സമീപിക്കും. ആ പങ്കാളി ഒരു നല്ല അവസരം ആകാം. പക്ഷേ ഏത് കരാറും ഒപ്പിടുന്നതിന് മുൻപ് നന്നായി ആലോചിക്കൂ. ഏത് ഡീലും ഉറപ്പിക്കുന്നതിന് മുൻപ് ഒരു ജ്ഞാനിയോട് ആലോചിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ധൃതി വലിയ നഷ്ടം ഉണ്ടാക്കിയേക്കാം. ധൃതി ഒഴിവാക്കൂ. ശ്രദ്ധയോടെ ചിന്തിക്കൂ. ശ്രദ്ധയോടെ ചലിക്കൂ. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഘട്ടത്തിൽ ഒരു ചെറിയ കാത്തിരിപ്പ് ആവശ്യമുണ്ട്. ഈ നേരം ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. പക്ഷേ ഒരു ശരിയായ ആലോചന ഇല്ലാതെ ഒന്നും ആരംഭിക്കരുത്. ഭൂമി, സ്വത്ത്, വീട്, ഇവ ഈ ഘട്ടത്തിൽ വാങ്ങുന്നത് ഗുരുവിന്റെ അനുഗ്രഹം ഉള്ള ഒരു ശുഭ ചുവടുവെപ്പാണ്. ആ ഒരു ചുവടുവെപ്പ് ഭാവിയിൽ ഒരു വലിയ ആദ്യ ഫലം ഉണ്ടാക്കും. ഇനി പണം, സാമ്പത്തികം. ഇടവം രാശിക്കാർ ഇപ്പോൾ ഒരു ചോദ്യം ഉള്ളിൽ ചോദിക്കുന്നുണ്ടാകും. ഈ ഘട്ടത്തിൽ പണം വരുമോ? ഞാൻ ഉറപ്പോടെ പറയും, വരും. പക്ഷേ ഒരു ചുഴലിയുണ്ട്, ഒരു ഭ്രമമുണ്ട്, ഒരു ചെറിയ ആർഭാടം, ഒരു ചെറിയ ധൂർത്ത്. ഇത് ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് ഒരു ശത്രു ആകാം. പണം വരും, അത് ശരിയാണ്. പക്ഷേ ആ പണം ബുദ്ധിയോടെ ഉപയോഗിക്കണം. ഒരു ചെറിയ ലോൺ, ഒരു ചെറിയ കടം, ഒരു ചെറിയ ബാധ്യത, ഇവ ഈ ഘട്ടത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കൂ. കൈയിൽ ഉള്ളതിന്റെ ഉള്ളിൽ ജീവിക്കൂ. ഇല്ലാത്തതിന്റെ പുറകെ ഓടരുത്. ദിവസങ്ങളായി ഒരാളിൽ നിന്ന് ഒരു കടം തിരിച്ചു കിട്ടാതിരുന്ന ഇടവം രാശിക്കാറുണ്ടോ? ഈ ഘട്ടത്തിൽ ആ കടം തിരിച്ചു കിട്ടാൻ ഒരു അവസരം ഉണ്ടാകും. ആ
ആ ആൾ ഒരു ദിവസം പെട്ടെന്ന് ഓർക്കും, പെട്ടെന്ന് ബന്ധപ്പെടും. ആ ഒരു ബന്ധപ്പെടൽ ഒരു ആശ്വാസം ആകും. ദൈർഘ്യമേറിയ ഒരു കാത്തിരിപ്പ് ഒരു ചെറിയ ഫലത്തിൽ അവസാനിക്കും. ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റ്, നിക്ഷേപം, ഓൺലൈൻ വ്യാപാരം ഇവ ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. ഒരു പ്രലോഭനം വരും. ഒരു ലാഭം ഉറപ്പാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ഒരു നിക്ഷേപം ആവശ്യപ്പെടും. ആ ഒരു നിക്ഷേപം ഈ ഘട്ടത്തിൽ ഒരു കെണി ആകാം. ഈ ഒരു ജാഗ്രത ഓർക്കൂ. ആർക്കും പ്രലോഭനത്തിൽ പെടരുത്. ഇനി ഇടവം രാശിക്കാരുടെ പ്രണയജീവിതം. ഈ ഒരു വിഷയം, ഈ ഒരു ഭാഗം ഇടവം രാശിക്കാർ ഏറ്റവും ആകാംക്ഷയോടെ കേൾക്കുന്ന ഭാഗമാണ്. ഞാൻ അറിയുന്നു. കാരണം ഇടവം രാശിക്കാർ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർ ആണ്. സ്നേഹം ഇടവം രാശിക്കാർക്ക് ശ്വാസമാണ്, ഭക്ഷണമാണ്, ജലമാണ്. ആ സ്നേഹം ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഊർജം ഉൾക്കൊള്ളും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇടവം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ അടുത്ത 15 നാളുകൾ ഒരു പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് ആകാശം ഒരുക്കം ചെയ്യ്. 1. ഒരു പ്രത്യേക ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ ആൾ ഒരു ഉറ്റ ചങ്ങാതി ആയേക്കാം. ആ ആൾ ഒരു ജോലി ബന്ധം ആയേക്കാം. ആ ആൾ ഒരു ചെറിയ പ്രണയബന്ധം ആകും. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ചൂടുണ്ടാകും. ഒരു ചെറിയ ആനന്ദം ഉണ്ടാകും. ആ ആനന്ദത്തെ ഭയക്കരുത്. ആ ആനന്ദത്തെ സ്വീകരിക്കൂ. ഇതിനകം ഒരു ബന്ധത്തിൽ ഇരിക്കുന്ന ഇടവം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു ഭ്രമം ഉണ്ടാകും. ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഒരു ചെറിയ വാക്കേറ്റം ഉണ്ടാകും. ആ ഒരു ചെറിയ ഘർഷണം. ഇത് ബന്ധം തകർക്കുന്ന ഒന്നല്ല. ഇത് ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു ചെറിയ പരീക്ഷ ആണ്. ഈ പരീക്ഷ ക്ഷമയോടെ, സ്നേഹത്തോടെ, ഹൃദയം തുറന്നു നേരിടൂ. ഒരിക്കലും അഹങ്കാരം ഒരു ബന്ധത്തിൽ കൊണ്ടുവരരുത്. ഒരിക്കലും അഹം ഒരു ബന്ധം തകർക്കാൻ അനുവദിക്കരുത്. ദൂരെ ഇരിക്കുന്ന ഒരു പ്രിയ ആൾക്ക് ഒരു ഫോൺ ചെയ്യൂ. ഒരു ചെറിയ സന്ദേശം അയക്കൂ. ആ ഒരു ചെറിയ ചേഷ്ട, ആ ഒരു ചെറിയ ഹൃദയഭാഷ ഒരു വലിയ ബന്ധം ഉറപ്പിക്കും. ഇടവം രാശിക്കാർ ഓർക്കൂ, സ്നേഹം ഒരിക്കലും ദൗർബല്യമല്ല. സ്നേഹം ഒരു ശക്തിയാണ്. വിവാഹം ആലോചിക്കുന്ന ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ശുഭവിവാഹ ആലോചന വരും. ദിവസങ്ങളായി ഉറ്റ ബന്ധുക്കൾ കാത്തിരിക്കുന്ന ഒരു ആലോചന. ആ ആലോചന ഈ ഘട്ടത്തിൽ ഒരു ഫലത്തിലേക്ക് എത്തും. ഈ ഒരു ഫലം ഒരു ആഘോഷമാകും. ഒരു ശുഭദിനം ഉണ്ടാകും. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കും. ആ അധ്യായം ഒരു ദൈവ അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. ഇനി കുടുംബജീവിതം. ഇടവം രാശിക്കാരുടെ ഗൃഹജീവിതം ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഇളക്കം അനുഭവിക്കും. ഒരു ചെറിയ വഴക്ക്, ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം. ഇത് ഒഴിവാക്കാൻ ആകുന്ന ഒരു ഘർഷണമാണ്. ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ജ്ഞാനി ആകൂ. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാലും, ഒരു ശക്തമായ വർത്തമാനം ഉള്ളിൽ ഉണ്ടായാലും ക്ഷമ കൈവിടരുത്. ഒരു ജ്ഞാനിക്ക് ക്ഷമ ഒരു ആഭരണം ആണ്. ആ ആഭരണം ധരിക്കൂ. അച്ഛൻ, അമ്മ ഇവരിൽ ആരെങ്കിലും ഒരു ആരോഗ്യ ബുദ്ധിമുട്ട് ഈ ഘട്ടത്തിൽ അനുഭവിക്കും. ആ ബുദ്ധിമുട്ട് ഒരു വലിയ ഗുരുതരമായ ഒന്ന് ആകില്ല, പക്ഷേ ഒരു ജാഗ്രത ആവശ്യമുണ്ട്. ഈ ഘട്ടത്തിൽ വൃദ്ധ മാതാപിതാക്കൾക്ക് ഒരു ഡോക്ടർ പരിശോധന ആവശ്യമുണ്ടെങ്കിൽ ഉടൻ ചെയ്യൂ. ആ ഒരു ചെറിയ ശ്രദ്ധ ഒരു വലിയ ദോഷം ഒഴിവാക്കും. ഈ ഒരു കാര്യം ഓർക്കൂ. ഇനി ഇടവം രാശിക്കാരുടെ ആരോഗ്യം. ഈ അടുത്ത 15 നാളുകൾ ഇടവം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ജാഗ്രത വേണം. ശരീരം ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ക്ഷീണം അനുഭവിക്കും. ഉറക്കം കുറവ്, ഉത്കണ്ഠ, ഒരു ചെറിയ ശരീര ബേജാർ ഇവ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. ഇത് ഒഴിവാക്കാൻ ഒരു ചെറിയ ദൈനംദിന ദിനചര്യ ആരംഭിക്കൂ. രാവിലെ ഒരു ചെറിയ നടത്തം, ഒരു ചെറിയ ധ്യാനം, ഒരു ചെറിയ പ്രാർത്ഥന ഇവ ഈ ക്ഷീണം ഒഴിവാക്കും. ആ ഒരു ചെറിയ ദൈനംദിന ദിനചര്യ ഒരു ദൈവകൃപ കൊണ്ടുവരും. വയർ, ദഹനം ഇവ ഈ ഘട്ടത്തിൽ ഒരു ജാഗ്രത ആവശ്യപ്പെടുന്നു. ഭക്ഷണക്രമം ശ്രദ്ധിക്കൂ. എണ്ണ, മസാല ഇവ ഒരിച്ച് എറിയ അളവ് ഒഴിവാക്കൂ. ജലം ആവശ്യത്തിന് കുടിക്കൂ. ഈ ഒരു ചെറിയ ശ്രദ്ധ ഒരു ആരോഗ്യ ജീവിതത്തിന്റെ അടിത്തറ ആണ്. ഇനി വിദ്യാഭ്യാസം. പഠിക്കുന്ന ഇടവം രാശിക്കാർ ഈ ഒരു ഘട്ടം വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരു ഉന്മേഷം കൊണ്ടുവരും. ദിവസങ്ങളായി ഒരു ഉത്തരം ഇല്ലാതിരുന്ന ഒരു പഠന ചോദ്യം, ഒരു സ്കോളർഷിപ്പ്, ഒരു പ്രവേശന പരീക്ഷ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ ഘട്ടത്തിൽ ഒരു ഫലത്തിൽ എത്തും. ഗുരുവിന്റെ ദൃഷ്ടി ഇടവം രാശിക്കാർ പഠിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ജ്ഞാനദീപം ഉണ്ടാക്കുന്നു. ആ ദീപം ഒരിക്കലും കെടില്ല. ആ ദീപം കൊണ്ട് പഠിക്കൂ, ഉയരൂ, ജയിക്കൂ. ഒരു ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർ ഈ ഘട്ടത്തിൽ ഒരു ആവേദനം ഇടൂ. ഒരു ശ്രമം ചെയ്യൂ. ആ ഒരു ശ്രമം ഒരു ഫലം ഉണ്ടാക്കും. ആ ഫലം ഒരു ഉന്നത വിദ്യാഭ്യാസ അവസരം ആകും. ഒരു ഉന്നത സ്ഥാപനം ഒരു ക്ഷണം നൽകും. ആ ക്ഷണം ഒരിക്കലും നിരസ്കരിക്കരുത്. ഇനി വിദേശ ജീവിതം, ഓവർസീസ് ഭാഗ്യം. ഇടവം രാശിക്കാരിൽ ഒരു ദുരപ്രതീക്ഷ ഉള്ളവർ ഉണ്ടാകും. ദിവസങ്ങളായി ഒരു വിസ, ഒരു ജോലി, ഒരു ഓൺലൈൻ ഓഫർ, ഒരു വിദേശ അവസരം ഇത് ആഗ്രഹിക്കുന്നവർ ഈ ഘട്ടത്തിൽ ഒരു ശ്രദ്ധ നൽകൂ. ഗ്രഹസഞ്ചാരം ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് ഒരു വിദേശ ദ്വാരം തുറക്കുന്നു. ആ ദ്വാരം ചെറുതാണ്. ആ ദ്വാരം ദൃഢതയോടെ, ക്ഷമയോടെ ഉപയോഗിക്കൂ.
ഒരു പ്രത്യേക ആൾ, ഒരു പ്രത്യേക ബന്ധം, ഒരു പ്രത്യേക ഓഫർ, ഇവ ഏതെങ്കിലും ഒന്ന് ഒരു വിദേശ ജീവിതത്തിന്റെ വഴി തുറക്കും. ഇതിനകം വിദേശത്ത് ഇരിക്കുന്ന ഇടവം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ജോലി ഒഴിവ്, ഒരു ചെറിയ ഭ്രമം, ഒരു ചെറിയ ഒന്നിചേരൽ ആഗ്രഹം ഇത് ഉണ്ടാകും. ആ ആഗ്രഹം ഒരു ദൈവശക്തിയുടെ ഒരു ഉൾവിളിയാണ്. ആ ഉൾവിളി ശ്രദ്ധിക്കൂ. ഒരു ശരിയായ തീരുമാനം ഈ ഘട്ടത്തിൽ ഒരു വലിയ ജീവിത മാറ്റം ഉണ്ടാക്കും. ഇനി ഇടവം രാശിക്കാരുടെ ആത്മീയ ജീവിതം. ഈ ഒരു ഭാഗം, ഈ ഒരു വിഷയം ഇടവം രാശിക്കാർ ഒരുപക്ഷെ ഏറ്റവും ആഴമേറിയ ഒരു ഭാഗമായി കണ്ടേക്കും. ഈ ഘട്ടത്തിൽ ദൈവഭക്തി ഒരു ശക്തിയാണ്. ഒരു ദൈവക്ഷേത്ര ദർശനം, ഒരു ദൈവ പ്രാർത്ഥന, ഒരു ദൈവഗ്രന്ഥ പഠനം, ഇവ ഈ ഘട്ടത്തിൽ ഒരു അദ്ഭുത ഊർജം ഉണ്ടാക്കും. ഇടവം രാശിക്കാർ ദൈവത്തോട് ഒരു ചെറിയ കാര്യം ചോദിക്കൂ. ആ ചോദ്യം ഉള്ളിൽ ഒതുക്കി വെക്കരുത്. ഉള്ളം തുറന്ന് ദൈവത്തോട് സംസാരിക്കൂ. ദൈവം ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കില്ല. ഭഗവതി, ശ്രീലക്ഷ്മി, ശ്രീ ഗുരുവായൂരപ്പൻ, ഈ ദൈവഭക്തി ഇടവം രാശിക്കാർക്ക് ഒരു ദൈവകൃപ കൊണ്ടുവരും. ഒരു ദൈവക്ഷേത്ര ദർശനം ഈ ഘട്ടത്തിൽ ഒരു ആശ്വാസം ഉണ്ടാക്കും. ആ ആശ്വാസം ഒരു ആത്മബലമാകും. ആ ബലം ജീവിതം മുൻനിർത്തും. ഇടവം രാശിക്കാരെ, ഇനി ഞാൻ നിങ്ങളോട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയാൻ പോകുന്നു. ഈ ഒരു ഭാഗം, ഈ ഒരു നിമിഷം ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം ഈ ഭാഗത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു ദൈവകൃപയുടെ വഴിയിൽ കൊണ്ടുപോകും. ഇടവം രാശിക്കാർ ഇത്ര നാൾ ക്ഷമിച്ചു, കഷ്ടപ്പെട്ടു, കരഞ്ഞു, കാത്തിരുന്നു. ആ കഷ്ടപ്പാടിന്റെ ഒരു ഫലം ഇനി വരാൻ പോകുന്നു. ആ ഫലം നേടാൻ ഒരു ചെറിയ ദൈവകൃപ കൂടി ആവശ്യമുണ്ട്. ആ കൃപ ലഭിക്കാൻ ഇനി ഞാൻ പറയുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്യൂ. ഒന്നാമത്തെ പരിഹാരം. ഈ അടുത്ത 15 നാളുകൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന ഉടൻ ഒരു ദൈവനാമം ഉള്ളിൽ ഉരുവിടൂ. ഭഗവാൻ ഗണപതിയോ ഭഗവതിയോ ഗുരുവായൂരപ്പനോ, നിങ്ങൾ ഭക്തിയോടെ ആരെ ആരാധിക്കുന്നുവോ ആ ദൈവത്തോട് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യൂ. ഒരു നീണ്ട പ്രാർത്ഥന ആവശ്യമില്ല. ഒരു ചെറിയ വാക്ക് മതി. ഒരു ചെറിയ ഹൃദയഭാഷ മതി. ദൈവം ആ ഭാഷ മനസ്സിലാക്കും. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ആ ഒരു ചെറിയ രാവിലെ പ്രാർത്ഥന ഇടവം രാശിക്കാർക്ക് ഒരു ദൈവകൃപ ആകും. ആ കൃപ ഒരു ദിവസം ഒരു അദ്ഭുതം ആകും. രണ്ടാമത്തെ പരിഹാരം. ഈ ഘട്ടത്തിൽ ഒരു ഗുരുക്ഷേത്ര ദർശനം ഇടവം രാശിക്കാർക്ക് ഒരു ആത്മബലം ഉണ്ടാക്കും. ഗുരുവിന്റെ ഗ്രഹ ഊർജം ഈ നേരം ഇടവം രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിശയിൽ ഒഴുകുന്നു. ആ ഊർജം ഒരു ക്ഷേത്ര ദർശനം വഴി ഉള്ളിലേക്ക് ആകർഷിക്കൂ. ഒരു ദക്ഷിണ, ഒരു ഫലം, ഒരു ദീപം, ഒരു ഭാഗ്യം, ഒരു ക്ഷേത്ര പ്രദക്ഷിണം, ഒരു ദൈവദൃഷ്ടി, ഇത് ഓർക്കൂ. ഒരു ക്ഷേത്ര ദർശനം ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്വാസം ആകും. മൂന്നാമത്തെ പരിഹാരം. ഈ ഘട്ടത്തിൽ ഒരു ദരിദ്രൻ ഒരു ഭക്ഷണം നൽകൂ. ഒരു പക്ഷിക്ക് ഒരു വിത്ത് നൽകൂ. ഒരു പശുവിന് ഒരു പുല്ല് നൽകൂ. ഈ ഒരു ചെറിയ ദാനം, ഈ ഒരു ചെറിയ ഹൃദയ ഔദാര്യം ഇടവം രാശിക്കാർക്ക് ഒരു ദൈവകൃപ ആകും. ഈ ഒരു ദാനം ഒരു വലിയ ഭാഗ്യം കൊണ്ടുവരും. ഒരു ദൈവശക്തി ഉണ്ടാകും. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ ഈ ഒരു ചെറിയ കാര്യം ഒരു വലിയ ജീവിത മാറ്റമുണ്ടാക്കും. നാലാമത്തെ പരിഹാരം. ശനി ഭഗവാന്റെ ദോഷം ഒഴിവാക്കാൻ ഈ ഘട്ടത്തിൽ ഒരു എള്ള് ദീപം തെളിയിക്കൂ. ഒരു ദൈവക്ഷേത്രത്തിൽ ഒരു നൽകൊളി ദീപം, ഒരു നെയ്വിളക്ക്, ഇത് ശനി ഭഗവാന്റെ ഊർജം ഒരു അനുകൂലമായ ദിശയിൽ കൊണ്ടുവരും. ശനി ഒരിക്കലും ദോഷം ചെയ്യാൻ വരുന്ന ഗ്രഹമല്ല. ശനി ഒരു ഗുരുവാണ്. ആ ഗുരുവിനെ ഭക്തിയോടെ ഹൃദയം തുറന്ന് ആരാധിക്കൂ. ആ ആരാധന ഒരു ദൈവദൃഷ്ടി ഉണ്ടാക്കും. അഞ്ചാമത്തെ പരിഹാരം. രാഹുവിന്റെ ഊർജം ഒഴിവാക്കാൻ ഒരു ദൈവഗ്രന്ഥം, ഒരു ദൈവമന്ത്രം, ഒരു ദൈവശ്ലോകം, ഇവ ഈ ഘട്ടത്തിൽ ദൈനംദിനം ഉരുവിടൂ. ഒരു ചെറിയ ദൈവമന്ത്രജപം ഒരു ദൈവകൃപ ആകും. ആ കൃപ ഒരു ആത്മബലം ആകും. ആ ബലം ഒരു ജീവിത ഊർജം ആകും. ഈ ഒരു ചെറിയ ദൈനംദിന ദൈവഭക്തി ഇടവം രാശിക്കാരെ ഒരു ദൈവ ആശ്വാസത്തിൽ നിർത്തും. ഇനി ഒരു ജാഗ്രതയുടെ സന്ദേശം. ഇടവം രാശിക്കാരെ, ഈ ഒരു ഘട്ടത്തിൽ ഒരു ഗൂഢശത്രു ഉണ്ടാകാം. ഒരു ഉള്ളിൽ ചിരിക്കുന്ന, പുറത്തു ദ്രോഹം ചെയ്യുന്ന ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ആൾ ആരാണ് എന്നുള്ളിൽ ഒരു ഭ്രമം ഉണ്ടാകും. ആ ഭ്രമത്തിൽ ഒരു ദൈവദൃഷ്ടി ഉണ്ടാകും. ആ ദൃഷ്ടി ആ ആളിനെ തിരിച്ചറിയിക്കും. തിരിച്ചറിഞ്ഞ ശേഷം ഒരു കാര്യം ചെയ്യൂ, ദ്രോഹം ചെയ്യരുത്. ദൈവത്തിന് വിട്ടുകൊടുക്കൂ. ദൈവം ഒരിക്കലും ഒരു നിർദോഷിയെ ഉപേക്ഷിക്കില്ല. ദൈവം ഒരിക്കലും ഒരു ദ്രോഹിയെ ശിക്ഷിക്കാതിരിക്കില്ല. ഈ ഒരു സത്യം ഓർക്കൂ. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ആരോഗ്യഭ്രമം ഉണ്ടാകും. ഒരു ചെറിയ ശരീരക്ഷീണം, ഒരു ചെറിയ തലവേദന, ഒരു ചെറിയ ഉത്കണ്ഠ, ഇവ ഒഴിവാക്കാൻ ഒരു ജലദോഷ ശ്രദ്ധ, ഒരു ഭക്ഷണക്രമം, ഒരു ഉറക്കക്രമം, ഇവ ദൈനംദിനം പാലിക്കൂ. ഉള്ള ആരോഗ്യം ഒരു ദൈവദാനമാണ്. ആ ദാനം ഒരു ജ്ഞാനത്തോടെ, ഒരു ഭക്തിയോടെ, ഒരു ശ്രദ്ധയോടെ സൂക്ഷിക്കൂ. ഒരു ആർഭാടം, ഒരു ദുർവ്യയം, ഒരു ബുദ്ധിയില്ലാത്ത ചെലവ്, ഈ ഒന്നും ഈ ഘട്ടത്തിൽ ഒഴിവാക്കൂ. ഒരു ചെറിയ ബുദ്ധി, ഒരു ചെറിയ ആലോചന, ഒരു ചെറിയ ക്ഷമ, ഇടവം രാശിക്കാരെ ഒരു വലിയ സാമ്പത്തിക ഉന്നതിയിൽ കൊണ്ടുപോകും. ഈ ഒരു ഒരൊറ്റ ഉറ്റജ്ഞാനം ഓർക്കൂ. ഒരു നദി ഒരിക്കലും ഒറ്റച്ചാട്ടത്തിൽ കടൽ ആകില്ല.
ഒരു ചെറിയ ഒഴുക്ക്, ഒരു ചെറിയ ചലനം, ഒരു ദൈനംദിന ശ്രദ്ധ, ഇവ ഒരു ദിവസം ഒരു കടൽ ആകും. ഇനി ഇടവം രാശിക്കാരോടുള്ള ഒരു ആഴമേറിയ ഹൃദയ സന്ദേശം. ഇടവം രാശിക്കാരെ, നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരു ദൈവ ചൈതന്യം ഉള്ളവർ ആണ്. ഈ ഭൂമിയിൽ ജനിച്ചതു മുതൽ നിങ്ങൾ ഒരു ഉദ്ദേശം ഉള്ളവർ ആണ്. ആ ഉദ്ദേശം ഇനിയും പൂർണ്ണമായിട്ടില്ല. ആ ഉദ്ദേശം ഈ ഘട്ടത്തിൽ ഒരു ഫലത്തിലേക്ക് അടുക്കുന്നു. ദൈർഘ്യമേറിയ ഒരു കാത്തിരിപ്പ് ഒരു ദൈവ ആശ്വാസമായി മാറുന്ന ഒരു നിമിഷം ഇനി വരുന്നു. ആ നിമിഷം ഇടവം രാശിക്കാർ ഒരിക്കലും മറക്കില്ല. ഇക്കാലത്ത് ഇടവം രാശിക്കാർ ചിലർ ഒരു ആഴമേറിയ ഉദ്വേഗം അനുഭവിക്കുന്നുണ്ടാകും. ഒരു ആഴമേറിയ ഭ്രമം, ഒരു ആഴമേറിയ ക്ഷോഭം, ഒരു ആഴമേറിയ ചോദ്യം ഇവ ഉള്ളിൽ ഉണ്ടാകും. ആ ചോദ്യം ഇതാണ്: ഞാൻ ഇത്ര നല്ലവനായി ജീവിക്കുന്നു, ഞാൻ ഇത്ര ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഒരു ഫലം ഇല്ല? ആ ചോദ്യം ആകാശം കേൾക്കുന്നുണ്ട്. ദൈവം ആ ചോദ്യം കേൾക്കുന്നുണ്ട്. ആ ഉത്തരം ഇതാ: ഒരു ഫലം ഇല്ലാതെ ഒരു ദൈവം ഒരിക്കലും ഒരു ഭക്തനെ നേരത്തെ ഒഴിവാക്കില്ല. ഫലം വരും. ആ ഫലം ഒരു ദൈവ ഇഷ്ടമുള്ള ഒരു ശരിയായ നേരത്ത് ഉണ്ടാകും. ആ നേരം ഇനി ദൂരെ ഇല്ല. ഇടവം രാശിക്കാരെ, ഒരു ഒലിവ് മരം ഒരിക്കൽ ഒരു ചെറിയ വിത്ത് ആയിരുന്നു. ആ വിത്ത് മണ്ണിൽ ഇട്ടപ്പോൾ ആ വിത്ത് ഒരു ദിവസം ഒരു വലിയ മരം ആകും എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ആ വിത്ത് ഒരു ദൈവകൃപ ഉള്ളതായിരുന്നു. ആ ദൈവകൃപ ആ വിത്തിനെ ഒരു വലിയ മരം ആക്കി. ഇടവം രാശിക്കാർ ഇപ്പോൾ ആ ഒലിവ് വിത്താണ്. ആ ദൈവകൃപ ഉള്ള ഒരു വിത്ത്. ഈ ഒരു ഘട്ടം ആ വിത്ത് ഒരു മരം ആകുന്ന ഒരു ആദ്യ ഘട്ടമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു ദൈർഘ്യമേറിയ ഒരു ഇരുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈർഘ്യമേറിയ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈർഘ്യമേറിയ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇരുട്ട് ഇനി ഒരു വെളിച്ചം ആകും. ആ വേദന ഒരു ആനന്ദം ആകും. ആ ഒറ്റപ്പെടൽ ഒരു ആൾക്കൂട്ടം ആകും. ഈ ഒരു ഉറ്റ സത്യം ഇടവം രാശിക്കാറുള്ളിൽ ഒരു ദൈവഭക്തിയോടെ, ഒരു ആഴമായ വിശ്വാസത്തോടെ സൂക്ഷിക്കൂ. ഒരു ഉറ്റ ഉപദേശം. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഉറ്റ ബന്ധു, ഒരു ഉറ്റ ചങ്ങാതി, ഇവർ ഒരു ആലോചന നൽകും. ആ ആലോചന ഒരു ദൈവ സന്ദേശമാണ്. ആ ആലോചന ഒരിക്കലും ഒഴിവാക്കരുത്. ഒരിക്കലും അഹം ഒരു ദൈവ സന്ദേശം തടയാൻ അനുവദിക്കരുത്. ഒരു ജ്ഞാനി ഒരിക്കലും ഒരു ആലോചന ഒഴിവാക്കില്ല. ഒരു ജ്ഞാനി ഒരിക്കലും ഒരു ദൈവ സന്ദേശം അവഗണിക്കില്ല. ഒരു ചെറിയ ദൈനംദിന ദൈവഭക്തി, ഒരു ചെറിയ ദൈനംദിന ധ്യാനം, ഒരു ചെറിയ ദൈനംദിന കൃതജ്ഞത, ഇവ ഇടവം രാശിക്കാർക്ക് ഒരു ദൈവ ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ആത്മബലം ആകും. ആ ബലം ഒരു ജീവിത ഊർജം ആകും. ആ ഊർജം ഒരു ദൈവഭാഗ്യം ആകും. ആ ഭാഗ്യം ഒരു ജീവിത അദ്ഭുതം ആകും. ഇടവം രാശിക്കാരെ, നിങ്ങൾ ഒറ്റക്കല്ല. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ആകാശം നിങ്ങളോടൊപ്പം ഉണ്ട്. ഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. ഈ ഒരു സത്യം ഒരിക്കലും മറക്കരുത്. ഈ ഒരു ഉറ്റ സ്നേഹം, ഈ ഒരു ദൈവദൃഷ്ടി, ഈ ഒരു ആകാശ അനുഗ്രഹം, ഇവ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കില്ല. ഒരു ഭ്രമം ഉണ്ടാകും, ഒരു ഭ്രമം അതിജീവിക്കും. ഒരു ക്ഷോഭം ഉണ്ടാകും, ഒരു ശാന്തത ഉണ്ടാകും. ഒരു ഇരുട്ട് ഉണ്ടാകും, ഒരു വെളിച്ചം ഉണ്ടാകും. ഈ ഒരു ദൈവക്രമം ഒരിക്കലും മാറില്ല. ഒരു ആഴമേറിയ ആശ്വാസവാക്ക്. ഇടവം രാശിക്കാർ ഈ ജീവിതത്തിൽ ഒരു ദൈർഘ്യമേറിയ ഒരു ദൂരം നടന്നിട്ടുണ്ട്. ആ ദൂരം ചിലപ്പോൾ ഒരു ചൂടുള്ള മരുഭൂമി ആയിരുന്നിരിക്കും. ആ ചൂടിൽ, ആ ദൂരത്തിൽ, ആ ക്ഷീണത്തിൽ ഒരു ജലം ആഗ്രഹിച്ച ഒരു ദൈർഘ്യമേറിയ കാത്തിരിപ്പ്. ആ ജലം ഇനി ദൂരെയില്ല. ഒരു ഉറവ ഇനി ഉണ്ടാകും. ആ ഉറവ ഒരു ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ആനന്ദം ആകും. ആ ആനന്ദം ഒരു ജീവിതഫലം ആകും. ആ ഫലം ഇടവം രാശിക്കാർ ഇക്കാലം ആഗ്രഹിച്ചതും, ആ ആഗ്രഹം ദൈവം ഒരിക്കൽ ഒരു ശരിയായ നേരത്ത് ഒരു ദൈവദാനമായി നൽകുന്നതുമാണ്. ഇടവം രാശിക്കാർ ഒരു ഉറ്റ ദൈവഭക്തിയോടെ, ഒരു ഉറ്റ ആത്മബലത്തോടെ, ഒരു ഉറ്റ ആകാശവിശ്വാസത്തോടെ ഈ ഒരു ഘട്ടം മുൻനിർത്തി ജീവിക്കൂ. ഒരിക്കലും ഭ്രമിക്കരുത്. ഒരിക്കലും ഉദ്വേഗപ്പെടരുത്. ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലരുത്. ദൈവം ഉള്ളിൽ ഉള്ളവർക്ക് ഒരിക്കലും ഒരു ദ്രോഹം ഉണ്ടാകില്ല. ദൈവം ഉള്ളിൽ ഉള്ളവർക്ക് ഒരിക്കലും ഒരു ഹാനി ഉണ്ടാകില്ല. ഇനി ഒരു ദൈവ അനുഗ്രഹവചനം. ഇടവം രാശിക്കാരെ, ദൈവം നിങ്ങൾക്ക് ഒരു ദൈർഘ്യമേറിയ ആയുസ് നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ആരോഗ്യം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ഭാഗ്യം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ഉന്നതി നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു സ്നേഹം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ആത്മബലം നൽകട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഒരു ദൈവകൃപ കൊണ്ട് ആശ്ലേഷിക്കട്ടെ. ദൈവം നിങ്ങളുടെ ഓരോ കനവും ഓരോ ആഗ്രഹവും ഒരു ദൈവദൃഷ്ടിയോടെ ഒരു ശരിയായ നേരത്ത് ഫലിപ്പിക്കട്ടെ. ദൈവം ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കാതിരിക്കട്ടെ. ഇടവം രാശിക്കാർക്ക് ഈ ഒരു ദൈവ അനുഗ്രഹവചനം ഉള്ളിൽ ഒരു ആഴമേറിയ ആനന്ദം ഉണ്ടാക്കട്ടെ. ആ ആനന്ദം ഒരു ദൈവശക്തിയാകട്ടെ. ആ ശക്തി ഒരു ജീവിത ഉന്നതി ആകട്ടെ. ഇക്കാര്യം ഉള്ളിൽ ഒരു ഉറ്റ ദൈവഭക്തിയോടെ, ഉറ്റ ആത്മബലത്തോടെ സൂക്ഷിക്കൂ. ഒരു ഉറ്റ സൂചൻ. ഇടവം രാശിക്കാരെ, അടുത്ത വീഡിയോ ഒരു ഉറ്റ ദൈവ ഊർജമാണ്. ഒരു ഉറ്റ ആകാശ ചലനം ഉണ്ടാകാൻ പോകുന്നു. ആ ചലനം ഇടവം രാശിക്കാരെ ഒരു ഉറ്റ ദൈവ ഭ്രമദൃഷ്ടിയിൽ നിർത്തും. ആ ദൃഷ്ടി ഒരു ദൈർഘ്യമേറിയ ഒരു ആഴക്കട്ടത്തിന്റെ ഒരു ആകാശ ഊർജം ഉണ്ടാകും.
ആ ഊർജം ഇടവം രാശിക്കാർ ഒരിക്കലും ഒഴിവാക്കരുത്. ആ ഒരു ഉറ്റ ദൈവദൃഷ്ടി ഒരു ആഴ ജീവിത ഫലം ആകും. ആ ഫലം ഒരു ദൈർഘ്യമേറിയ ഒരു ആകാശ ആഘോഷം ആകും. ആ ആഘോഷം ഇടവം രാശിക്കാർ ഒരിക്കലും മറക്കില്ല. ആ ഉറ്റ ദൈവ ഊർജ വീഡിയോ ഉടൻ വരും. ആ വീഡിയോ കാണാൻ ഒരു ഉറ്റ ദൈവഭക്തിയോടെ, ഒരു ഉറ്റ ആത്മബലത്തോടെ, ഒരു ഉറ്റ ആകാശവിശ്വാസത്തോടെ കാത്തിരിക്കൂ. ഇടവം രാശിക്കാർ ദൈവ അനുഗ്രഹം ഉള്ളവരാണ്. ആ ദൈവ അനുഗ്രഹം ഒരിക്കലും ഒഴിവാകില്ല. ദൈവം ഇടവം രാശിക്കാർക്ക് ഒരു ഉറ്റ ആശ്വാസം നൽകട്ടെ. ദൈവം ഇടവം രാശിക്കാർക്ക് ഒരു ഉറ്റ ഭാഗ്യം നൽകട്ടെ. ദൈവം ഇടവം രാശിക്കാർക്ക് ഒരു ഉറ്റ ജീവിത ഉന്നതി നൽകട്ടെ. ഇടവം രാശിക്കാർ ഒരിക്കലും ഒറ്റക്കല്ല. ദൈവം ഒരിക്കലും ഒപ്പമുണ്ട്. ആകാശം ഒരിക്കലും ഒപ്പമുണ്ട്. ഗ്രഹങ്ങൾ ഒരിക്കലും ഒപ്പമുണ്ട്. ഈ ഒരു സത്യം ഒരിക്കലും മറക്കരുത്. നന്ദി. ദൈവ അനുഗ്രഹം.